എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ധനുമാസം 30 ധനുമാസം നമ്മളോട് വിട പറയുകയാണ്. ഇന്ന് 14/1/2026 ബുധനാഴ്ച. ഇന്നത്തെ ഫലം നമുക്ക് പരിശോധിക്കാം. ഇന്നൊരു പ്രത്യേകതയുള്ള ദിവസമാണ്. ഇന്ന് നമ്മുടെ ശ്രീ ശബരിമല ശാസ്താവിൻ്റെ മകരവിളക്ക് ദർശനം ലഭിക്കുന്ന ദിവസമാണ്. ശബരിമലയിൽ ഇന്ന് വളരെയധികം തിരക്കായിരിക്കും. അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി അയ്യപ്പനെ ദർശിക്കാൻ പോകേണ്ടതാണ്. അതേപോലെ ആരോഗ്യസ്ഥിതിയിലൊക്കെ വളരെ ശ്രദ്ധ വേണം. തിരക്കിൽപ്പെടാതെയൊക്കെ അയ്യപ്പസ്വാമി എല്ലാവരെയും രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടിയിലേക്ക് കിടക്കാം. ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കും. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകാനുള്ള പ്രാർത്ഥനയിൽ ഏർപ്പെടുവാനും അതേപോലെ ക്ഷേത്ര ദർശനത്തിനുമൊക്കെ പോകാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. വൈകാരികമായ ചില നിമിഷങ്ങൾ നേരിടേണ്ടതായി വന്നേക്കാം. ആരോഗ്യകാര്യത്തിൽ ചില മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പുതിയ കോൺട്രാക്റ്റുകളിൽ ഒപ്പിടുവാനോ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാനോ ഒക്കെ ഒരുങ്ങുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായൊരു ദിവസമായിരിക്കും. അതേപോലെ ലോണുകൾ എല്ലാം അപേക്ഷിക്കുന്നവർക്ക്, വായ്പകൾ എടുക്കാനായിട്ട് ഒരുങ്ങുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. ആരോഗ്യസ്ഥിതിയിൽ വളരെ മാറ്റങ്ങൾ വരുന്നൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ വാക്കുകൾ കൊണ്ട് ചില ശത്രുത ഉണ്ടാകുവാനും വാക്കുകൾ കൊണ്ട് ശത്രുക്കളെ സൃഷ്ടിക്കാനും ഒക്കെ സാധ്യതയുള്ള ദിവസമായിരിക്കും. മെച്ചപ്പെട്ട ചില തൊഴിലുകൾ കണ്ടെത്താൻ സാധ്യതയുണ്ട്. തൊഴിൽ കുറേ നാളുകളായി തൊഴിലുകളില്ലാതെ ഇരിക്കുന്നവർക്ക്, വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഒക്കെ ഇന്നത്തെ ദിവസം ഒരു പുതിയ തൊഴിൽ സാധ്യത തെളിഞ്ഞു വരുന്ന ദിവസമാണ്. ഏതെങ്കിലും കൺസ്ട്രക്ഷനിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. തൊഴിലാളികളുടെ തടസ്സം മൂലമുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ദിവസമാണ്. ഏതെങ്കിലും രീതിയിലുള്ള ഒത്തുതീർപ്പിന് ഒരുങ്ങുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന കണ്ട് അഭിമാനിക്കുന്ന ഒരു ദിവസമായിരിക്കും. തിരക്കേറിയ ഒരു ദിവസമായിരിക്കും. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം പ്രതീക്ഷകൾ ഉണ്ടാകുന്ന ദിവസമാണ്. ആരോഗ്യത്തിൽ മെച്ചപ്പെട്ട മാറ്റങ്ങൾ വരുന്ന ദിവസമാണ്. വിദേശത്ത് പോകുവാൻ ഒരുങ്ങുന്നവർക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. ചില അപകടങ്ങളിൽപ്പെട്ട് ക്ഷതങ്ങളേറ്റവർക്കും അതുപോലെ ബുദ്ധിമുട്ടുകളുള്ളവർക്കുമൊക്കെ വളരെ നല്ല ഒരു ചികിത്സാ രീതി ലഭിക്കുന്ന ദിവസമായിരിക്കും. മാത്രവുമല്ല, തിരിച്ച് ജോലിക്ക് കയറുവാനുള്ള ആരോഗ്യം വീണ്ടെടുക്കാനും പറ്റുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ധനപരമായ കാര്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക്, കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകൾ നടത്തുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതനുസരിച്ച് ഉത്സാഹവും വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് വളരെയധികം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ വിദ്യാർത്ഥികൾക്ക് ഒട്ടും തന്നെ അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. ചില വെല്ലുവിളികൾ നേരിടേണ്ടതായി കാണുന്നു. ചില അപകടങ്ങൾ വരുവാനും സാധ്യതയുണ്ട്. അപകടങ്ങൾ ഒഴിവാക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രദ്ധയും തീരുമാനങ്ങളും നിശ്ചയദാർഢ്യവും എല്ലാ ദുർവിധികളെയും മാറ്റുന്നതാണ്. ഈശ്വര പ്രാർത്ഥനയാണ് ഏറ്റവും അനിവാര്യമായ ഒരു ഘടകം. ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം നല്ല ഒരു ദിവസമാണ്. ചില തീരുമാനങ്ങൾ അനുകൂലമായി ലഭിക്കുവാൻ സാധ്യതയുണ്ട്. സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. വാഹനങ്ങൾ വാങ്ങുവാനുള്ള വഴി തെളിഞ്ഞു വരുന്ന ദിവസമാണ്. കണ്ടകശനിക്കാലമായതുകൊണ്ട് ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. അതേപോലെ ശാസ്താക്ഷേത്ര ദർശനം, അവരവരുടെ ആചാരപ്രകാരമുള്ള പ്രാർത്ഥനാ രീതികൾ അവലംബിക്കുന്നത് ഗുണകരമായിരിക്കും. കാര്യതടസ്സങ്ങൾക്ക് അതൊരു പരിഹാരമായി കാണുന്നു. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ഒരു സാഹചര്യമായിരിക്കും. അതുപോലെ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായ ദിവസമാണ്. എന്നാൽ അഭിനേതാക്കൾക്ക്, അത്തരത്തിലുള്ള കലാകാരന്മാർക്കൊന്നും ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കുകയില്ല. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നിരാശ ഉണ്ടാകുന്ന സാമ്പത്തികമായ ഒരു
സംഘർഷം വന്ന് സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. വൈകുന്നേരത്തോടു കൂടി അതിനൊരു ശമനം ലഭിക്കുന്നതാണ്. ഇഷ്ടജനങ്ങളുമായി കൂടിച്ചേർന്ന് പല തീരുമാനങ്ങളും എടുക്കുവാനും സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ശാരീരിക സ്ഥിതി മെച്ചപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. മൊത്തത്തിൽ വലിയ ദോഷമില്ലാത്തൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഉദാസീനതയും അലസതയും മൂലം സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയും അല്ലെങ്കിൽ ജോലിയിൽ വീഴ്ച വരുത്തുക മൂലം മേലുദ്യോഗസ്ഥരിൽ നിന്ന് വാണിംഗ് ലഭിക്കുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ധാരാളം ശകാരം കേൾക്കുവാനും ശിക്ഷണ നടപടികൾക്ക് വിധേയരാകാനും ഒക്കെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളും യുവാക്കളും ശ്രദ്ധിക്കേണ്ടതാണ്. യുവാക്കൾ എന്ന് പറയുമ്പോൾ യുവതികളിലും കൂടി അതിൽ വരുന്നു. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. നമ്മൾ ജീവിക്കുമ്പോൾ എപ്പോഴും പ്രതിബന്ധങ്ങൾ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും. കർമ്മഫലമാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം. പൂർവ്വജന്മം ചെയ്ത പാപകർമ്മങ്ങളും നന്മകളുമൊക്കെയാണ് നമ്മളാക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥന അനിവാര്യമാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടിയും മനസ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ടും മുൻപോട്ട് പോകണം. മനസ്സ് എപ്പോഴും നമ്മുടെ അടിമയായിരിക്കണം. നമ്മളൊരിക്കലും മനസ്സിൻ്റെ അടിമയാകാൻ പാടില്ല. ജലസംബന്ധമായ ചില വിഷയങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ നീന്തൽ താരങ്ങൾക്ക് അല്ലെങ്കിൽ കപ്പൽ, ബോട്ട് അങ്ങനെ തുടങ്ങിയ വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് ചില അപകട സാധ്യതകൾ കാണുന്നു. വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. കൃഷിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക്, കാർഷിക മേഖലയിലുള്ള എല്ലാവർക്കും തന്നെ ഇന്ന് അനുകൂലമായ ദിവസമാണ്. മത്സ്യബന്ധന മേഖലയിൽ പ്രതികൂലമായൊരു ദിവസമായി കാണുന്നു. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്കും അത്ര തന്നെ ഗുണകരമായൊരു ദിവസമായിരിക്കില്ല ഇന്ന്. അടുത്തായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ ചില അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കച്ചവടക്കാർക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ ഉച്ചയോടുകൂടി ചില വഴക്കുകളോ കലഹങ്ങളോ ഒക്കെ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട്. വാക്കുകൾ നിയന്ത്രിക്കുക. ആത്മസംയമനത്തോടെ എല്ലാ കാര്യങ്ങളും നേരിടുക. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ തിരിഞ്ഞു വരുന്നതാണ്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്കും അതിന് പരിഹാരം കണ്ടെത്താൻ സാധ്യതയുണ്ട്. എഴുത്തുകാർക്ക് ഏറ്റവും നല്ല ദിവസമായിരിക്കും ഇന്ന്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും നല്ല അനുകൂലമായൊരു ദിവസമായിരിക്കും. സാമ്പത്തികമായ സഹായം പ്രതീക്ഷിക്കുന്നവർക്ക് അത് ലഭിക്കുവാനുള്ള വഴി തെളിഞ്ഞു വരുന്ന ദിവസമായിരിക്കും. ആരോഗ്യസ്ഥിതിയിൽ മെച്ചപ്പെടുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്വന്തം സഹോദരങ്ങളോടോ അല്ലെങ്കിൽ സ്വന്തപ്പെട്ട ആളുകളോടോ ഒക്കെ ഇച്ചിരി കലഹം വരാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് കുറച്ച് പ്രിയരായ ആളുകൾ വളരെ ശ്രദ്ധിക്കുക. കലഹങ്ങൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. അത് നമ്മുടെയും അവരുടെയും മനസ്സമാധാനം കെടുത്തുന്നത് കൊണ്ട് നമ്മൾ ആത്മസംയമനം പാലിക്കുക. സന്താനങ്ങൾക്ക് ഏറ്റവും അഭിവൃദ്ധി വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്തരമുക്കാല, അത്തം, ചിത്തിരയാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണെങ്കിലും ഗുണാധിക്യമാണ്. താരതമ്യേന മറ്റ് ദിവസങ്ങളെക്കാൾ മെച്ചപ്പെട്ട ദിവസമായിരിക്കും. ജോലി നഷ്ടപ്പെട്ടവർക്ക് ജോലി കിട്ടാനുള്ള ഒരു സാഹചര്യം തെളിഞ്ഞു വരുന്നതാണ്. അതേപോലെ ജയിൽവാസം അല്ലെങ്കിൽ കോടതിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേസുമായി ബന്ധപ്പെട്ട് പോലീസുമായി ബന്ധപ്പെട്ട് ബന്ധനത്തിലിരിക്കുന്നവർക്കൊക്കെ മോചനം ലഭിക്കുവാനും ഒക്കെ ഉതകുന്ന ഒരു ദിവസമാണ്. തെറ്റുകൾ മനുഷ്യ സഹജമാണ്. എങ്കിലും കഴിവതും തെറ്റുകൾ ചെയ്യാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ അത് ഉതകുന്നതാണ്. കുടുംബാംഗങ്ങളുമായി കൂടിച്ചേർന്ന് താമസിക്കുവാനും അവരുടെ മനസ്സിലാക്കാനും ഒക്കെ സാഹചര്യം തെളിഞ്ഞു വരുന്നൊരു ദിവസമായിരിക്കും ഇത്. സന്താനങ്ങൾ വിപരീതമായി പെരുമാറുവാൻ സാധ്യതയുള്ളൊരു ദിവസമായതുകൊണ്ട് അവരുമായി കലഹിക്കാൻ ഇടവരുത്താതെ ഇരിക്കുക. ധനനഷ്ടത്തിന് സാധ്യതയുള്ള ഒരു ദിവസമാണ് അത്തം നക്ഷത്രക്കാർക്ക്. നഷ്ടപരിഹാരങ്ങളോ കോമ്പൻസേഷനുകളോ ഒക്കെ കൊടുക്കേണ്ടതായി വന്നേക്കാം. ചില മാനസിക പിരിമുറുക്കങ്ങൾ മൂലം നിരാശ ഉണ്ടാവുകയും തെറ്റായ തീരുമാനങ്ങൾ എടുക്കാൻ മനസ്സിനെ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയിലോടുകൂടി മുൻപോട്ട് പോകുക. നമ്മൾക്ക് ഒരു ദിവസം കൊണ്ട് ഒന്നും അവസാനിപ്പിക്കാൻ പറ്റുകയില്ല. നമുക്ക് നല്ല ഒരു ഭാവി തന്നെ വരും എന്ന് പ്രതീക്ഷിക്കുക. 7ാം ഭാവത്തിൽ കണ്ടകശനി നിൽക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന തടസ്സങ്ങളാണ് ഇതൊക്കെ. യാത്രയ്ക്ക് തടസ്സമുണ്ടാകാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ
ഭാവിയിൽ ഉതകുന്ന രീതിയിലുള്ള ചില തീരുമാനങ്ങളും ഇന്ന് ഏറ്റെടുക്കാനായിട്ട് സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. ശാരീരികമായി ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ദിവസമായിരിക്കും. വിവാഹ കാര്യങ്ങൾക്ക് മുൻകൈയെടുത്ത് ഇരിക്കുന്നവർക്ക് തീർച്ചയായും അത് നടപ്പിലാക്കുവാൻ സാധിക്കും. സന്താനങ്ങളുടെ വിവാഹങ്ങൾക്ക് അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ, സഹോദരങ്ങളുടെ സ്വന്തം വിവാഹത്തിനൊക്കെ ഒരുങ്ങുന്നവർക്കും അനുകൂലമായ സാഹചര്യമുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. എഴുത്തുകാർക്ക് ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും. എന്നാൽ ദൈവികമായ കാര്യങ്ങൾ, വൈദികമായ കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നവർക്ക് ചില പ്രതിബന്ധങ്ങൾ ഉണ്ടാകുവാനും അപവാദങ്ങൾക്ക് ഇടവരുവാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരുപാട് ഇടപെടുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം. ചില വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തെ തന്നെ അട്ടിമറിക്കുന്ന ചില അനുഭവങ്ങൾ കൊണ്ടുവന്നേക്കാം. വളരെ ശ്രദ്ധിക്കുക, ആത്മസംയമനം പാലിക്കുക. നിയമപരമായ ജോലികൾ ചെയ്യുന്നവർക്കും നിയമം കൈകാര്യം ചെയ്യുന്നവർക്കും നിയമപരമായ വെല്ലുവിളികൾ നേരിടുന്നവർക്കുമൊക്കെ ഇന്ന് അനുകൂലമായ ഒരു ദിവസമായിരിക്കും. അതേപോലെ സന്താനങ്ങൾക്കും ഏറ്റവും ഉന്നമനത്തിനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും തെളിഞ്ഞു വരാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കല, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് വളരെയധികം ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ്. മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുന്നവർക്കും ഇന്ന് വളരെയധികം സമാധാനം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഒരുപാട് നാളുകളായി അനുഭവിച്ചുകൊണ്ടിരുന്ന മാനസിക സംഘർഷങ്ങളും അല്ലെങ്കിൽ പിണക്കങ്ങളുമൊക്കെ ഒത്തുതീർപ്പിലെത്താനും സമാധാനം ഉണ്ടാകാനുമൊക്കെ സാധ്യതയുണ്ട്. പങ്കാളിയുടെ ഉയർച്ചയിൽ സന്തോഷിക്കുവാൻ ഉതകുന്ന രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ഥലം മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് പ്രതികൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ എവിടെ നിന്നെങ്കിലും ധനസഹായം ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ മനസ്സ് വളരെയധികം തണുക്കുവാനായിട്ട് വൈകുന്നേരത്തോടു കൂടി സാധ്യത കാണുന്നു. കൊടുക്കൽ വാങ്ങലുകളിൽ ക്രമക്കേടുകൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. പേരുദൂഷ്യം കേൾക്കാനും സാധ്യതയുണ്ട്. അതുപോലെ സംശയത്തിന് ഇടവരുന്ന ഒരു സാഹചര്യത്തിൽ ചെന്നുവിടാനും സാധ്യതയുണ്ട്. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് യുവാക്കൾ വാഹനം ഓടിക്കുമ്പോൾ കരുതൽ നടപടികൾ സ്വീകരിക്കാതെ പോകാൻ പാടില്ല. വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കാൻ പറ്റിയ ഒരു ദിവസവും കൂടിയാണ് ഇന്ന്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. എന്നാൽ മാതാപിതാക്കളിൽ ചിലർക്ക് അസുഖങ്ങൾ അധികരിക്കുവാനും ആ ദുഃഖം വന്ന് ഭവിക്കുവാനും ഒക്കെ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. സന്താനങ്ങൾക്ക് ഉന്നതമായ ഒരു അവസ്ഥ വരികയും അവർക്ക് ഉന്നമനത്തിനുള്ള കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നതിൽ ചാരിതാർത്ഥ്യമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, നർത്തകിമാർക്ക് അല്ലെങ്കിൽ ആക്ടേഴ്സ് തുടങ്ങിയവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ നല്ല ദിവസമായിരിക്കും. കലാരംഗത്ത് അല്ലെങ്കിൽ മീഡിയ പോലെയുള്ളിടത്ത് ചാനലുകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. അംഗീകാരങ്ങൾ ലഭിക്കുകയും അപ്രൂവൽ ലഭിക്കുകയൊക്കെ ചെയ്യുന്ന ദിവസമായിരിക്കും ഇന്ന്. പ്രത്യേകിച്ച് മൂലം നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ദോഷാധിക്യം കാണുന്നു. ചില വീഴ്ച, ഒടിവ്, ചതവ്, മുറിവ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില പ്രത്യേക ഗ്രഹങ്ങളുടെ ഗ്രഹസ്ഫുടം വച്ചിട്ടാണ് അത്തരത്തിലൊരു പ്രവചനം നടത്തുന്നത്. ഗ്രഹസ്ഫുടം സ്ഥിരമല്ല, ഉച്ചയ്ക്ക് ശേഷം മാറ്റങ്ങൾ വരുന്നതാണ്. അതിനുശേഷം ചില പ്രതീക്ഷകൾ ഉടലെടുക്കുന്നതും ആയി കാണുന്നു. എങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകേണ്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. ഈശ്വര പ്രാർത്ഥനയിൽ പ്രത്യേകം സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. ശ്രീകൃഷ്ണസ്വാമിയും പ്രാർത്ഥിക്കണം. അവരവരുടെ ആചാരപ്രകാരം ഈശ്വരാരാധന ചെയ്യാവുന്നതാണ്. ബന്ധുക്കളിൽ ചിലർ സഹായഹസ്തങ്ങളുമായി വൈകുന്നേരത്തോടു കൂടി അണയുന്നതാണ്. പുത്രന്മാരുമായിട്ട് ചില കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ മക്കളെ വളർത്തുമ്പോൾ അവരുടെ ഉന്നമനത്തിനു വേണ്ടി, അവരുടെ മനസ്സമാധാനത്തിനു വേണ്ടിയും ആഗ്രഹിക്കണം. അവരുടെ വിവാഹത്തോടു കൂടി നമ്മളൊരു തീരുമാനമെടുക്കണം. ഈ വരുന്ന പെൺകുട്ടി നമ്മളുടെ
മകളാണ്, അല്ലെങ്കിൽ നമ്മൾ അവരെ വളരെയധികം സ്നേഹിക്കണം, എന്നാലേ എൻ്റെ മകന് മനസ്സമാധാനമുണ്ടാകൂ എന്ന് വിചാരിച്ച് മകനെ സ്നേഹിക്കുക. അത്തരത്തിലുള്ള ചില വഴക്കുകളും കലഹങ്ങളും ഒക്കെ പൊട്ടിപ്പുറപ്പെടാൻ ഇന്നത്തെ ദിവസം സാഹചര്യം ഒരുങ്ങുന്നത് കൊണ്ടാണ് അപ്രകാരം പറയുന്നത്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ് എങ്കിലും ദോഷാധിക്യം കാണുന്നു. ചില നിരാശകൾ വന്ന് പിടിപെടുവാൻ സാധ്യതയുണ്ട്. വൈകാരികമായ ചില കാര്യങ്ങൾ വേദനിപ്പിക്കുവാൻ സാധ്യതയുണ്ട്. കമിതാക്കൾക്ക് പ്രതികൂലമായ ഒരു ദിവസമായിരിക്കുമെന്ന്. കലഹത്തിനും വേർപാടിനുമൊക്കെ ഉതകുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാക്കുകൾ വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിക്കുക. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, IT ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ ഗുണപരമായ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നു. ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ശുഭകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധ്യതയുള്ളൊരു ദിവസം കൂടിയാണ് ഇന്ന്. ഇവൻറ്റ് മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ഹോട്ടൽ ഫീൽഡ് ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. മത്സ്യമാംസാദികൾ കച്ചവടം ചെയ്യുന്നവർക്ക് പ്രതികൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. മത്സ്യബന്ധനത്തിന് ഉതകുന്ന ഒരു ദിവസമായിരിക്കില്ല ഇന്ന്. അതേപോലെ കാർഷിക രംഗത്തും ചില ബുദ്ധിമുട്ടുകളുണ്ടാകാൻ, നഷ്ടങ്ങളുണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. സ്ഥലം മാറ്റത്തിന് ശ്രമിക്കുന്നവർക്കും അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. അടുത്തായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതികാല, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് കുംഭക്കൂറിൻ്റെ സമാനമായ ചില അനുഭവങ്ങൾ വന്നു വരാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യേണ്ടതുണ്ട്. വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ ശ്രദ്ധിക്കുക. ശാരീരിക ക്ലേശങ്ങൾക്ക് സാധ്യത ഉള്ളതുകൊണ്ട് പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക. ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത കാണുന്നു. അതേപോലെ ഔദ്യോഗിക രംഗത്ത് അംഗീകാരം ലഭിക്കുന്ന ദിവസമായിരിക്കും. പ്രത്യേകിച്ച് IT ഫീൽഡിലുള്ളവർക്ക് ഇന്ന് ഏറ്റവും നല്ല ഒരു സമാധാനവും സന്തോഷവും ലഭിക്കുന്ന ദിവസമായിരിക്കും. കൃത്യനിഷ്ഠയും മറ്റും ചാരിതാർത്ഥ്യത ഉണ്ടാക്കുന്ന ദിവസമായിരിക്കും. അംഗീകാരം ലഭിക്കുകയും പ്രൊമോഷനുകൾക്ക് സാധ്യത തെളിഞ്ഞു വരികയൊക്കെ ചെയ്യുന്ന ദിവസമാണ്. ജോലി പ്രൊബേഷൻ തീർന്ന് ഉറയ്ക്കുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. അതുപോലെ ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവരും തീർച്ചയായിട്ടും വളരെ കരുതലോടുകൂടി മുമ്പോട്ട് പോവുക. ആപൽഘട്ടങ്ങളിൽ സഹായിച്ചവരെ സ്മരിക്കുക. അവർക്ക് സഹായം കൊടുക്കാനായിട്ട് സാധ്യത തെളിഞ്ഞു വരുന്നൊരു ദിവസമായിരിക്കും ഇന്ന്. അതുകൊണ്ട് അത്തരത്തിലുള്ള സഹായങ്ങളും ദാനങ്ങളുമൊക്കെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതായിട്ട് കാണുന്നു. മാതാപിതാക്കൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി ഉള്ളതുകൊണ്ട് മനസ്സമാധാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാതാപിതാക്കളുടെ സഹകരണം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുവാനും സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കുമെന്ന്. വിദേശീയരുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ട് കാണുന്നു. എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരെയും സർവേശ്വരൻ അകമഴിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.